സിനിമ കാണാൻ കേരളത്തിന്റെ ഉൾഗ്രാമങ്ങളിൽ പോലും 10 രൂപയ്ക്ക് വീഡിയോ കാസറ്റുകൾ വാടകയ്ക്ക് എടുത്ത് സിനിമ കണ്ടിരുന്ന ഒരു കാലം. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും അങ്ങനെ തന്നെയായിരുന്നു. അക്കാലത്ത് അമേരിക്കയിലെ വീഡിയോ കാസറ്റ് കമ്പനികൾക്ക് ചാകരയായിരുന്ന ഒരു കാലം. ആ കമ്പനികളിൽ ഏറ്റവും പ്രമുഖരായിരുന്നു ബ്ലോക്ക് ബസ്റ്റർ വീഡിയോ. അമേരിക്കയിലെമ്പാടും ഏകദേശം 8000-ലധികം വീഡിയോ കാസറ്റ് ലൈബ്രറികൾ ഇവർക്കുണ്ടായിരുന്നു. 4 ദിവസത്തേക്കാണ് ഒരു സിനിമയുടെ വീഡിയോ കാസറ്റ് വാടകയ്ക്ക് എടുത്തിരുന്നത്. വൈകിയാൽ $7 ഫൈൻ. ഒരിക്കൽ അമേരിക്കയിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അപ്പോളോ 13 എന്ന സിനിമയുടെ കാസറ്റ് വാടകയ്ക്ക് എടുത്തു. തിരികെ കൊടുക്കാൻ വൈകി. സ്വാഭാവികമായും ബ്ലോക്ക് ബസ്റ്റർ വീഡിയോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് $7 ഫൈൻ ഈടാക്കി. ഇത് ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചു. കാലങ്ങൾ കടന്നുപോയി. ഇതേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, പേര് റീഡ് ഹേസ്റ്റിങ്സ്, ഇദ്ദേഹം കാലിഫോർണിയയിൽ ഒരു വീഡിയോ കാസറ്റ് കമ്പനി ആരംഭിച്ചു. എന്നാൽ ബ്ലോക്ക് ബസ്റ്റർ വീഡിയോ പോലെ ആയിരുന്നില്ല ഇവരുടെ സേവനങ്ങൾ. കാലങ്ങൾക്ക് പുറകിൽ വീഡിയോ കാസറ്റിന്റെ വാടക വെറും $4 മാത്രമായി ഇവർ ഒതുക്കി. മാത്രമല്ല, അമേരിക്കയിൽ എവിടെയും വീഡിയോ കാസറ്റുകൾ ഇവർ പോസ്റ്റലായിട്ട് അയച്ചു നൽകി. 90കളുടെ അവസാനം, 2000ത്തിന്റെ തുടക്കം അമേരിക്കയിൽ വിനോദ മേഖലയിൽ ഒരു വിപ്ലവ കാലഘട്ടമായിരുന്നു. സോണി കമ്പനി ആദ്യമായി അവരുടെ DVD അമേരിക്കയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. റീഡ് ഹേസ്റ്റിങ്സിന്റെ ഈ പുതിയ കമ്പനി ഇത് DVD റെന്റൽ സാധ്യതയിലേക്ക് ശ്രദ്ധയെത്തിച്ചു. അമേരിക്കയിലെമ്പാടും സിനിമ കാസറ്റുകളോടൊപ്പം DVD പ്ലെയറും എത്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ സിനിമ കാസറ്റും അതിനോടൊപ്പം DVD പ്ലെയറും വാടകയ്ക്ക് കിട്ടുന്നത് മിഡിൽ ക്ലാസ്സുകൾക്കിടയിൽ പോലും DVD ട്രെൻഡിങ് ആക്കി. അങ്ങനെ ഇരിക്കെയാണ് 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ന്യൂയോർക്കിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം. അമേരിക്ക എമ്പാടും ഏകദേശം 3 ആഴ്ചത്തോളം വ്യോമഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചു. ജനങ്ങൾ ഭയന്ന് പുറത്തിറങ്ങാതെയായി. ഇത് റീഡ് ഹേസ്റ്റിങ്സിന്റെ ഈ പുതിയ കമ്പനിയുടെ DVD സബ്സ്ക്രിപ്ഷൻ 4 ഇരട്ടിയാക്കി. ഏതാണ്ട് നമ്മളൊക്കെ ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിനകത്തിരുന്ന് കുറെ സിനിമകൾ കണ്ടില്ലേ, അതുപോലെ. 2005 പ്രതിദിനം 10 ലക്ഷം DVDകൾ ഉപഭോക്താക്കൾക്ക് അയച്ചു കൊടുക്കുന്ന നിലയിലായി കമ്പനി. ബ്ലോക്ക് ബസ്റ്റർ വീഡിയോ കൂട്ടിക്കെട്ടി. കാലങ്ങൾക്കിപ്പുറം ഇന്ന് ലോകത്തുള്ള സകല ഭാഷകളിൽ നിന്നും ബിഗ് ബഡ്ജറ്റ് സിനിമകളും സീരീസുകളും പുറത്തിറക്കുന്ന മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആ കമ്പനിയുടെ പേരാണ് നെറ്റ്ഫ്ലിക്സ്.